സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. സങ്കീർത്തനം 84 1 വാക്യം. എന്റെ പള്ളിയുടെ ഈ ആഴ്ചത്തെ യാത്ര മലബാറിന്റെ ഹൃദയഭൂമിയായ കോഴിക്കോട് നഗരത്തിന്റെ കവാടമായ നടക്കാവിൽ നിലകൊള്ളുന്ന CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ദേവാലയത്തിന്റെ ചരിത്രവും അനുഗ്രഹവും തേടിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് പണി പൂർത്തീകരിച്ച ദേവാലയമാണിത്. മദ്രാസിലെ ബ്രിട്ടീഷ് ഗവർണറുടെ അനുവാദത്തോടുകൂടി ഭരണാധികാരികൾക്ക് വേണ്ടിയും പട്ടാള മേലധികാരികൾക്ക് വേണ്ടിയും പണി കഴിക്കപ്പെട്ട ദേവാലയമാണിത്. മലബാറിലെ മിക്ക ദേവാലയങ്ങളും മിഷനറിമാരാൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച വളരെ അപൂർവ ദേവാലയങ്ങളിൽ ഒന്നാണ് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ദേവാലയം. കോഴിക്കോട് ദേവാലയം സ്ഥാപിക്കുന്നതിനായി 2 സ്ഥലങ്ങൾ പരിഗണനയിൽ വരികയും ഒരു ഒത്തുതീർപ്പിലൂടെ 2 സ്ഥലങ്ങളുടെയും മധ്യേ നടക്കാവിൽ ദേവാലയം പണിതുയർത്തുകയും ചെയ്തു. ആയിരത്തി 1857 കോഴിക്കോട്ടിൽ ഒരു ഇംഗ്ലീഷ് ദേവാലയം പണിയണം എന്നുള്ള ഒരു തീരുമാനം ബ്രിട്ടീഷ് സർക്കാർ എടുത്ത സമയത്ത് കോഴിക്കോട്ടിലുള്ള ഈസ്റ്റ് ഹില്ലിൽ ബാരക്സ് എന്ന് പറയപ്പെടുന്ന മിലിറ്ററി ക്യാമ്പസിൽ അവിടെ ഒരു ദേവാലയം പണിയണം എന്ന് ബ്രിട്ടീഷ് സർക്കാരുടെ ഭാഗത്തിലും പ്രാദേശിക ജനതയുടെ ഭാഗത്തിൽ നിന്ന് മാനാഞ്ചിറയിലുള്ള തൽക്കാലം ആരാധന ചെയ്തുകൊണ്ടിരുന്ന ഒരു മുറിയിൽ ആ ഭാഗത്ത് ദേവാലയം പണിയണമെന്ന് ലോക്കൽ ജനങ്ങളും ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഇതൊരു പ്രശ്നമായി മാറി പല ഭിന്നതകളുണ്ടായിരുന്നു. പിന്നീട് 1863 വർഷത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി 2 സ്ഥലങ്ങൾക്ക് നടുവേ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൽ ഒരു ദേവാലയം പണിയണമെന്ന് ഒരു തീരുമാനമെടുത്ത് 1864 അതിൻ്റെ അസ്ഥിഭാരമിട്ട് 1865 ഈ ദേവാലയം പണിയപ്പെട്ടു, അത് പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു. ഹൈ ആംഗ്ലിക്കൻ ട്രഡിഷൻ പിന്തുടരുന്ന വളരെ അപൂർവ ദേവാലയങ്ങളിലൊന്നാണ് ഈ ദേവാലയമെന്ന് ചരിത്ര ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. റിവൈവൽ ഗോത്തിക് ശൈലിയിലാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. പാരമ്പര്യ ആംഗ്ലിക്കൻ രീതിയിൽ കുരിശിന്റെ ആകൃതിയിൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ദേവാലയത്തിന്റെ പേര് പോലെ തന്നെ ധാരാളം പ്രതീകങ്ങളും അർത്ഥസൂചകാക്ഷരങ്ങളും ദേവാലയത്തിനുള്ളിലും പുറത്തുമായി കാണുവാൻ സാധിക്കും.
സെന്റ് മേരീസ് എന്ന നാമകരണത്തിലുള്ള കേരളത്തിലെ വളരെ അപൂർവമായ ആംഗ്ലിക്കൻ ദേവാലയമാണിത്. ൽ സ്ഥാപിതമായ ഈ ദേവാലയം 1954-56 കാലഘട്ടങ്ങളിൽ പുതുക്കി പണിയുകയും ദേവാലയത്തിന്റെ നീളം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തടികൊണ്ടുള്ള മേൽത്തട്ടാണ് ദേവാലയത്തിനുള്ളത്. The church is built purely in revival design of Gothic. It is called revival Gothic architecture. The speciality of this design is that it is a modification of the original Gothic architecture. Here in this church, the basic design of the church is a cross model. The anthrax, that is the entrance of the church, is very much belongs to there are three entrances for the church: the northern entrance, the southern entrance, and the western entrance. And as all churches, the church altar is at the eastern side. What is most specific about the church is that this church embodies the enactment of a Christian life. There is a baptismal font as you enter the church at the left side. The font itself is a one-piece wooden carved font made of cedar wood. The baptismal font has got wooden carvings, which is again Gothic. This wooden font is also absolutely unique because we cannot find a similar font in any other churches in North Malabar. One of the specialities is that there is the clear demarcation of different sections of the church. The next section which comes after the baptismal font is the nave. The nave is a 20-meter long nave which easily houses around 200 worshippers. The furniture is absolutely built according to high standards which is required for the comfort of the worshippers. And then the pulpit. The pulpit is also a traditional pulpit which is very much in octagonal shape. The octagonal shape is a star shape representing the Jesus Christ's message, which is transforming the world as an entry of a star to the world. After the pulpit, we have the crossing. Both sides of the crossing is the choir stall. Again, all the wooden furniture that is present in the choir stall and in the nave bears the resemblance of Gothic architecture. Then the sanctuary. The sanctuary contains the altar and the furniture such as the chairs for the bishops and the clergy. We have the altar, which is a wooden altar as per the traditions of the Protestant churches, and even there we can clearly see the distinct mark of High Anglican Church because of the wooden carvings. There is a Latin carving on the altar which is a line from the Requiem Mass, which is a prayer
for remembering the dead. This, together with the sign of the Christ which is carved on the altar, bears all the marks of a high church. Unlike most of the other Protestant churches, the altar also has candle stands which are lit for every worship in the church. പൗരാണികത വിളിച്ചോതുന്ന രീതിയിലാണ് ഈ ദേവാലയത്തിലെ സ്നാനത്തൊട്ടി നിർമ്മിച്ചിരിക്കുന്നത്. One of the most distinguishing symbols anyone will be noticing in this church is the Knights Templar cross, which is on the narthex side of the church outside. It is a symbol which is used by ancient knights, and only in this church you can see that symbol as it is. So one of the reasons we find that is used is because of the significance of military for which this church was built. This church was used jointly by the British military, and the Templar cross was a sign which was used by the British military. Also, a similar mention has to be made about the lectern, the stand upon which we keep the Bible and read the portions. On that there is a encarving of IHS, which is again a Latin meaning, which means go out and conquer the world. Though it is meaningful from the perspective of the word, the Christians have to go out and conquer the world based on the word of Christ. It is used also by British in this church because it was a garrison church partially used by the military. So these are two of the signs which we have to look out in this church. In 1954-55, the church underwent a major renovation. The nave portion of the church was extended. Originally, the nave was just around 14 meters and it was extended to 20 meters. We will find there is a use, many of the aspects in this church adds up to 7. The windows on each side of the church previously was 5. So 2 extra windows were added and it was made 7. On each side there are 7 nave windows. Now 7 is a number which is significant in the Holy Bible. Also we have the rose window in the sanctuary. The rose window has got 25 small openings which is covered by colored glasses. Again 25 points to number 7. So very craftfully 7 has been used in various aspects of the church. We have another speciality here is the timber roof. One of the we will never find such a grand timber roof in most of the churches in North Malabar, primarily because building a roof with such timber is costly, and this church being a church whose funds were used from the British government, there was no shortage of funds during the construction. So probably they have lavishly used wood in this church because of that reason. There is a specific architecture element to be noticed in the roof of this church. There are
beams which are not in straight line. In fact, there is a set of beams which are in arches, and you will find that shaped beams probably only in this church. And the original builders have never used iron rods on the roof. That too is a clear pointing to the purity by which they have adopted the construction method of the roof. കോഴിക്കോട് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ദേവാലയത്തിന്റെ മുറ്റത്തായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ സ്മാരകശിലാഫലകങ്ങളും കാണുവാൻ സാധിക്കുന്നു. One of the most significant features of this church is the presence of an old cemetery which contains the tombstones of many government officials of the erstwhile East India Company. One of the most important tombstone is that of Henry Valentine Connolly, who was the district magistrate and the collector of the erstwhile Malabar district of the Madras Presidency of the East India Company. He was killed by extremists, and he was originally buried in the cemetery near the beach, and his tombstone was later shifted to our church. Connolly was known for many activities which improved Calicut, including the formation of the inland waterway systems which we call as the Connolly Canal, and also the establishment of the teak plantations in Nilambur. The tombstone of Connolly is also available now at our church. ദേവാലയത്തിന്റെ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായ 7 പോഷക സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ദേവാലയത്തിൽ 7 സംഘടനകളാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്നാമത് ചർച്ച് ക്വയർ, പള്ളിയുടെ ആരാധനകളിൽ മനോഹരമായ പാട്ടുകൾ പാടി ആരാധനയെ ധന്യമാക്കുവാൻ സഹായിക്കുന്നു. രണ്ടാമത് സൺഡേ സ്കൂൾ, 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൺഡേ സ്കൂൾ പഠനം നടത്തുന്നു. മൂന്നാമത് യൂത്ത് ഫെലോഷിപ്പ്, 15 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകൾ ഇതിൽ അംഗങ്ങളാണ്. നാലാമതായിട്ട് വിമൻസ് ഫെലോഷിപ്പ്, സ്ത്രീജന സഖ്യ സംഘടന അവർ 35 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പ്രായമുള്ള അംഗങ്ങളാണ് സ്ത്രീജന സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഗോൾഡൻ ഏജ് ഫെലോഷിപ്പ്, 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളുടെ സംഘടനയാണ്. ആറാമത് നെയ്ബർഹുഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഏഴാമതായിട്ട് ഫ്രൈഡേ പ്രെയർ ഫെലോഷിപ്പ്, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെ അംഗങ്ങൾ ഒത്തുകൂടി പ്രാർത്ഥനയും ബൈബിൾ പഠനവും നടത്തുന്നു. എല്ലാ ഞായറാഴ്ചകളിലും
തിരുവത്താഴ ശുശ്രൂഷ അർപ്പിക്കപ്പെടുന്ന കോഴിക്കോട് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ദേവാലയത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 2 ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 മണിക്ക് ഇംഗ്ലീഷിലെ ആരാധനയും 9:30 മണിക്ക് മലയാളത്തിലെ ആരാധനയും ഇവിടെ നടത്തപ്പെടുന്നതാണ്. എല്ലാ ഞായറാഴ്ചകളിലും തിരുവത്താഴ ശുശ്രൂഷയാണ് ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയത്തിൽ ഈ സഭയിലെ അംഗമായിരിക്കുന്ന 600 കുടുംബത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, നഗരത്തിൻ പല ഭാഗത്തിലും കേരളത്തിക്ക് പുറമേയുള്ള ദേവാലയത്തിൽ നിന്ന് അംഗങ്ങളായിരിക്കുന്ന പലരും ഈ ദേവാലയ ആരാധനകളിലെ സംബന്ധിക്കുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുവാനും അശരണർക്ക് അത്താണിയാകുവാനും ഈ ദേവാലയത്തിന് സാധിക്കുന്നു. മലബാർ മഹാദേവിലെ ഈ ദേവാലയം എന്തുകൊണ്ടും തലയുയർത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അശരണർക്കും ആശ്രയമില്ലാത്തവർക്കും ഒരു അത്താണിയായിട്ടാണ് ഈ ദേവാലയം കാണപ്പെടുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും അതുപോലെ തന്നെ ആഹാരം ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും നൽകുന്ന ഈ ദേവാലയം അതിൻ്റെ യശസ്സ് എന്നും ഉയർത്തി നിൽക്കുന്നത് അതിൽ തന്നെയാണ്. ഒരു ആരാധനയ്ക്കപ്പുറം അല്ലെങ്കിൽ ഒരു ദൈവിക സാന്നിധ്യത്തിനപ്പുറം ആൾക്കാർക്ക് വന്ന് വളരെ ഫ്രീ ആയിട്ട്, വളരെ സന്തോഷമായിട്ട് ഈ ദേവാലയത്തിൽ ഇരിക്കുവാനും നടക്കുവാനും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും സാധിക്കുന്നുണ്ട്. കാരണം ഈ ദേവാലയം എപ്പോഴും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥ ആണ് ഉള്ളത്. പൗരാണികത വിളിച്ചോതുന്ന ദേവാലയം കോഴിക്കോടിന് തിലകക്കുറിയായി മാറുന്നു. വിശ്വാസ തീക്ഷ്ണതയുണ്ടായിരുന്ന തങ്ങളുടെ പൂർവികരുടെ പാത പിന്തുടർന്ന് ദേവാലയത്തിൽ വിശ്വസിച്ച് ഇവിടെയുള്ള വിശ്വാസികൾ ദൈവാലയത്തിലെത്തി ആരാധിച്ചു പോരുകയും തങ്ങളാൽ കഴിയുന്ന വിധം പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ ആരാധന മാത്രമല്ല പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന്, ഈ ദേവാലയത്തിൻ്റെ കമ്മിറ്റിയായി ഒരുമിച്ച് ചേർന്ന് പാവപ്പെട്ടവരെയും മേൽപ്പടിപ്പുക്കായിട്ട് പഠിക്കുവാൻ പ്രയാസം വഹിക്കുന്ന കുട്ടികളെയും സഹായിക്കുന്ന ഒരു ദേവാലയമായി കാണപ്പെടുന്നു. പലതരത്തിലുമുള്ള സഹായങ്ങൾ ഈ ദേവാലയത്തിലിരുന്ന് ജാതിമതഭേദമന്യേ പലർക്കും അത് ചെയ്തു കൊടുക്കുന്നതാണ്. ഈ ദേവാലയത്തിലെ എല്ലാ മാസത്തിലും 1-ാം ഞായറാഴ്ചയിലും 3-ാമത്തെ ഞായറാഴ്ചയിലും നെയ്ബർഹുഡ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയും അത് സംബന്ധമായിട്ടുള്ള സൗജന്യമായ മരുന്നുകളും ഇവിടുന്ന് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ദൈവം നൽകുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദൗത്യം പലതരത്തിലും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് ഈ ദേവാലയം. ഈ ദേവാലയം ഇന്നും അനേകർക്ക് അനുഗ്രഹമായി കാണപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ ദേവാലയത്തെയും ഈ ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ പിന്നിട്ട ചരിത്രവും വിശ്വാസ തീക്ഷ്ണതയുള്ള
വിശ്വാസികളുടെ പ്രാർത്ഥനയാലും ഈ ദേവാലയം ദേശത്തിന് അനുഗ്രഹമായി മാറുന്നു. എന്റെ പള്ളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.